എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2025 ജനുവരി മാസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഈ വർഷത്തെ സന്തോഷ് ട്രോഫിയിൽ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് കേരളവും ബംഗാളുമാണ്. അപ്പോൾ ഈ കേരളവും ബംഗാളും തമ്മിലാണ് ഈ വർഷത്തെ സന്തോഷ് ട്രോഫി ഫൈനലിൽ ഏറ്റുമുട്ടിയത്. ബോംബ് നിർവീര്യമാക്കാനുള്ള ഉപകരണം കണ്ടുപിടിച്ച മലയാളി പോലീസ് ഓഫീസറാണ് എസ് വിവേക്. അപ്പോൾ എസ് വിവേക് എന്ന മലയാളി പോലീസ് ഓഫീസറാണ് ബോംബ് നിർവീര്യമാക്കാനുള്ള ഉപകരണം കണ്ടുപിടിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ വിള ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. അപ്പോൾ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിള ഇൻഷുറൻസ് പദ്ധതി. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിന്റെ മേധാവിയായി ചുമതലയേറ്റത് വിതുൽ കുമാറാണ്. CRPFന്റെ മേധാവിയായി ചുമതലയേറ്റത് വിതുൽ കുമാറാണ്. വിമാനങ്ങളിൽ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വിമാനങ്ങളിൽ വൈഫൈ നൽകുന്ന ആദ്യ കമ്പനി എയർ ഇന്ത്യ ആണ്. അപ്പം രാജ്യത്ത് വിമാനങ്ങളിൽ വൈഫൈ നൽകുന്ന ആദ്യ കമ്പനി എയർ ഇന്ത്യ ആണ്. 2025 ഹരിവരാസനം പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. മറക്കരുത്, 2025 ഹരിവരാസനം പുരസ്കാരം നേടിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. ഭിന്നശേഷിക്കാർക്ക് ഈന്തപ്പന ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് വരുമാനം നേടാനുള്ള സംരംഭമാണ് ഇടം എന്ന് പറയുന്നത്. അപ്പോൾ ഇടം എന്ന് വെച്ചാൽ ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് മൂവ്മെൻറ്റ് എന്നാണ് അർത്ഥം വരുന്നത്. 2027 റോക്കറ്റ് വിക്ഷേപണത്തിനൊരുങ്ങുന്ന ISROയുടെ രണ്ടാമത്തെ വിക്ഷേപണ കേന്ദ്രമാണ് കുലശേഖരപട്ടണം, തൂത്തുക്കുടിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ 2027 റോക്കറ്റ് വിക്ഷേപണത്തിനൊരുങ്ങുന്ന ISROയുടെ രണ്ടാമത്തെ വിക്ഷേപണ കേന്ദ്രമാണ് കുലശേഖരപട്ടണം, തൂത്തുക്കുടി. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിക്കുന്നത് D ഗുഗേഷിന് ചെസ്സിൽ, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്, മനു ഭാക്കർ ഷൂട്ടിംഗ്. ഇപ്പോൾ ശ്രദ്ധിക്കാം, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് D ഗുഗേഷിന് ചെസ്സിന് ലഭിക്കുന്നു. ഹർമൻപ്രീത് സിംഗ് ഹോക്കി താരമാണ്. പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സിലാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. മനു ഭാക്കർ ഷൂട്ടിങ്ങിന്. ദ്രോണാചാര്യ അവാർഡ് സുഭാഷ് റാണയ്ക്ക് പാരാ ഷൂട്ടിങ്ങിനും ദീപാലി ദേശ്പാണ്ഡേക്ക് ഷൂട്ടിങ്ങിനും.